വളരെ മിടുക്കിയായ കുട്ടി, ക്ലാസ്സിലൊക്കെ 1ാം റാങ്കൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്നൊരു ദിവസം അവൾ ആരോടും വർത്തമാനം പറയുന്നില്ല. അച്ഛനും അമ്മയായിട്ട് അടിയുണ്ടാക്കുന്നു. അന്വേഷിച്ചപ്പോൾ അവളുടെ മുറിയിൽ രഹസ്യമായി ഉപയോഗിക്കുന്ന മരുന്നിന്റെ നീഡിലുകൾ കണ്ടെത്തി. അതിനെ പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, ചികിത്സ കൊടുത്തു. അങ്ങനെ നമുക്ക് കുട്ടികളെ രക്ഷിക്കാൻ നോക്കും. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അത് കണ്ടുപിടിക്കേണ്ടത് അച്ഛനും അമ്മയുമാണ്. നിങ്ങളുടെ കുട്ടിയെ നിത്യവും നിങ്ങൾ സൂക്ഷിക്കുക, അവനെ പൊന്നുപോലെ സൂക്ഷിക്കുക, കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുക. അവനിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അവന്റെ അധ്യാപകരോട് പറയുക, അവനുമായി ബന്ധപ്പെട്ട ഒളിച്ചുവെക്കരുത്. ഈ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുക. സഹായിക്കാൻ സംവിധാനമുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് മയക്കുമരുന്ന് കൊടുക്കുന്ന ആളുകൾ ആരാണ് എന്ന് കണ്ടെത്തിയാൽ അവരെ പിടിച്ച് തകർക്കാൻ ഇന്ന് സംവിധാനമുണ്ട്. സംസ്ഥാനത്തിൽ സംവിധാനമുണ്ട്, രാജ്യത്ത് സംവിധാനമുണ്ട്. തീർച്ചയായിട്ടും ഈ കുഞ്ഞുങ്ങളെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് ആരാണ്? നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് ഭാരതമാതാവാണ്. ആ കുഞ്ഞുങ്ങളെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് വികസിത ഭാരതത്തിന് വേണ്ടി നിങ്ങളുടെ വീടുകളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവരെ മികവാർന്ന കുട്ടികളായി, മികവാർന്ന പൌരന്മാരായി വളർത്തേണ്ട ചുമതല ഓരോ ഗ്രഹനാഥനും ഗ്രഹനാഥയ്ക്കുമുണ്ട് എന്നുള്ളത്. പ്രത്യേകിച്ച് ഗ്രഹനാഥയ്ക്കാണ് കൂടുതൽ എന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. കാരണം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അമ്മയാണ് പ്രധാനം. അതുകൊണ്ടാണ് നമ്മൾ ഭാരതാംബ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് വന്ദേ മാതരം എന്ന് പറയുന്നത്. അമ്മയാണ് ഈ ഭാരതഭൂമി, അമ്മയാണ്. വന്ദേ മാതരം എന്ന് നമ്മൾ പറയുന്നത്, പാടുന്നത് അതുകൊണ്ടാണ്. അമ്മ ആരാണെന്ന് അറിയാത്തവരാണ് വന്ദേ മാതരം പറയുന്നതിനെ എതിർക്കുന്ന ആളുകൾ. പക്ഷേ അമ്മ ആരാണെന്ന് അറിയുന്ന ആളുകൾ, അമ്മ എന്താണെന്ന് അറിയുന്ന ആളുകൾ വന്ദേ മാതരം എന്ന് തന്നെ എപ്പോഴും പറയും. അങ്ങനെയാണ് പറയേണ്ടത്. അവര് മാറും. ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ആ മാറ്റം നമ്മുടെ നാട്ടിലും വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എനിക്ക് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. നിങ്ങൾ എന്താണ് പഠിക്കേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾ എത്രത്തോളം പഠിക്കണമോ അതിനുള്ള സൗകര്യം ചെയ്യാൻ ഈ രാജ്യം നിങ്ങളുടെ കൂടെയുണ്ട്. എന്ത് വേണമെങ്കിലും പഠിക്കുക. അതുപോലെ തന്നെ പഠിച്ച് ഡിഗ്രി എടുത്തിട്ട് പലരും എന്താ ചെയ്യുക? PSC പരീക്ഷ എഴുതും. PSC പരീക്ഷ എഴുതിയാലോ അത് കിട്ടുമോ? കിട്ടണമെങ്കിൽ വേറെ പരീക്ഷകളും കൂടെ നടത്തണം, വേറെ ചില കാര്യങ്ങളും കൂടെ ചെയ്യണം. അത് വിടുക. നമ്മൾ സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങാൻ നമ്മൾ ചെയ്യണം. ഭാരതം സ്വന്തമായി സ്ഥാപനങ്ങൾ തുടങ്ങിയിരുന്ന ഒരു മഹാസംസ്കാരമായിരുന്നു. നമ്മൾ വികസിത രാജ്യമാകാൻ പോകുന്നു 47 ഞാൻ പറയുമ്പോൾ പലരും വിചാരിക്കും ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അത് വികസിക്കാൻ പോകണമെന്ന്. അങ്ങനെയല്ല. 500 വർഷം മുമ്പേ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യം ഇന്ത്യയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വികസിത രാജ്യം ഇന്ത്യയായിരുന്നു. ആ പദവിയിലൂടെ നമ്മൾ തിരിച്ചു പോകാൻ പോവുകയാണ്. പുതുതായിട്ട് കണ്ടുപിടിക്കാൻ പോകുന്നതല്ല, തിരിച്ചു പോകാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ആ പദവി നഷ്ടപ്പെട്ടത്? പദവി നഷ്ടപ്പെട്ടത് ഇവിടെ കള്ളന്മാർ വന്നു. നിങ്ങളുടെ വീട്ടിൽ ധാരാളം സ്വർണവും പണവും ഉണ്ട്. ഒരു കള്ളൻ അത് നിങ്ങളെ പറഞ്ഞ് പറ്റിച്ച് അവിടെ വന്ന് നിങ്ങളുടെ പണവും നിങ്ങളുടെ എല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോയാൽ നിങ്ങളുടെ അവസ്ഥ എന്താണ്? നിങ്ങൾ ദരിദ്രനാണ്. അതാണ് നമുക്ക് സംഭവിച്ചത്. ബ്രിട്ടീഷുകാർ, പോർച്ചുഗീസുകാർ, മുഗളന്മാർ ഇവരൊക്കെ ഇവിടെ വന്ന് നമ്മളെ കൊള്ളയടിച്ചതാണ്. കൊള്ളയ്ക്ക് ചില ആളുകൾ കൂട്ടിനിന്നു എന്നുള്ളത് പോട്ടെ, അതെല്ലായിടത്തും അങ്ങനെയുണ്ടാവും. നിങ്ങളുടെ വീട്ടിലൊരു കള്ളം വന്നു കഴിഞ്ഞാൽ അവന് സഹായിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കൂട്ടത്തിൽ ഒരാളുണ്ടാവും, അത് പോട്ടെ. പക്ഷേ കൊള്ളക്കാരെല്ലാം കൊണ്ടുപോയതുകൊണ്ട് നമ്മളൊന്നും ഇല്ലാതാകുന്നില്ല. കാരണം ഇത് മുഴുവൻ സൃഷ്ടിച്ചത് നമ്മളാണ്. അത് സൃഷ്ടിച്ചത് നമ്മുടെ കഴിവുകൊണ്ടാണ്. ആ സൃഷ്ടിച്ച നമ്മുടെ കരുത്ത് അത് നമ്മുടെ ജീനുകളിലുണ്ട്. എന്നും സമ്പത്തുണ്ടാക്കാൻ, എന്നും കഴിവുണ്ടാക്കാനുള്ള കരുത്ത് നമ്മുടെ എല്ലാവരുടെയും ജീനുകളുണ്ട്. ആ ജീനുകൾ ആർക്കും കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് എന്ന് വേണമെങ്കിലും തിരിച്ചു ചെയ്യാൻ കഴിയും. അത് തിരിച്ചു ചെയ്യുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ എന്തായിരുന്നോ
500 വർഷം മുമ്പ് അതിലോട്ട് തിരിച്ചു പോകുന്നു. അതാണ് നമ്മളിവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി പറഞ്ഞത്, വൈസ് ചാൻസലർമാരെ, നമ്മുടെ ചെറുപ്പക്കാരെ കാണൂ, എന്നിട്ട് അവരോട് പറയൂ രാജ്യത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. രാജ്യത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് കുട്ടികൾക്ക് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ യെസ് എന്ന് പറയൂ. യെസ് പോരാ, ശബ്ദം പോരാ. രാജ്യം വികസിക്കാൻ പോകുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞ സന്ദേശം ഞാൻ നിങ്ങളിൽ എത്തിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.